ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ നമുക്ക് ഒരു പ്രത്യേക വിഷയം കാണുവാനായിട്ട് കഴിയും. അവിടെ രാജാവ് സ്വർണം കൊണ്ടുള്ളതായ ഒരു വലിയ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ നമസ്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എത്രത്തോളം തന്റെ പ്രതാപം അനുസരിച്ച് ആ ബിംബത്തെ ഉണ്ടാക്കാമോ അപ്രകാരം താൻ അത് ഉണ്ടാക്കുവാനിടയായി. അതിന്റെ അളവുകളും കാര്യങ്ങളുമെല്ലാം ആ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഘോഷകൻ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഈ വാദ്യഘോഷങ്ങളെല്ലാം മുഴക്കുന്നതാകുന്ന സന്ദർഭത്തില് ഈ ബിംബത്തെ ആര് നമസ്കരിക്കാതിരിക്കുമോ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയും എന്ന് വിളിച്ചു പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു വശത്ത് വലിയ പ്രതാപത്തിന്റെ സകലവിധമാകുന്ന വാദ്യ ഉപകരണങ്ങളോടും കൂടിയതായ കണ്ണിന് കാണുവാൻ ഇമ്പകരമായ വലിയ സ്വർണബിംബം, അതേപോലെ വാദ്യ ഉപകരണങ്ങൾ, ഇതെല്ലാം ചേർന്ന് ഒരു ഇമ്പകരമായ ആരാധന. എന്നാൽ മറുവശത്ത് ഒന്നും കാണുവാനായിട്ടില്ല. വിശ്വാസത്തിന്റെ ആരാധന. അതിനുവേണ്ടി നിന്നതായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോം, ഈ 3 യഹൂദ ബാലന്മാർ, അവര് ഈ ബിംബത്തെ നമസ്കരിക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അവരെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അപ്പോഴും അവർക്ക് വേണമെങ്കിൽ രാജസന്നിധിയിൽ വെച്ചും പിന്മാറാനായിട്ടുള്ളതായ അവസരമുണ്ടായി. പലരും അവരെ പ്രേരിപ്പിച്ചു കാണും. ഒന്ന്, ഈ ബിംബത്തെ നമസ്കരിച്ചാൽ മാത്രം മതിയല്ലോ എന്ന് പറയുവാനിടയായി. നല്ല അവരുടെ തിളങ്ങി നിൽക്കുന്ന യൗവനപ്രായം, വീണ്ടും അവർക്ക് ജീവിച്ചിരിക്കേണ്ടുന്ന ഭാവി സംബന്ധമായ ഒത്തിരി വിഷയങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പലരും അവരെ ഉപദേശിച്ചു കാണും, നിങ്ങളുടെ നല്ല ഭാവി തകർത്ത് കളയരുത്. മറുഭാഗത്ത് അവരതിന് തയ്യാറായില്ല എങ്കിൽ ആ തീച്ചുളയിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നാൽ തയ്യാറായാൽ അവർക്ക് രാജസന്നിധിയില് ഉന്നമനങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭിക്കുവാനായിട്ടും ഇടയായിത്തീരും. എന്നാൽ അവരതിന് തയ്യാറായില്ല. നമുക്കറിയാം, രാജാവ് തന്നെ നേരിട്ട് അവരോട് പറയുകയാണ്, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആരെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവർക്ക് പറയുവാനായിട്ടുണ്ടായിരുന്നത്, ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കയില്ല എന്ന് ശക്തിയോടുകൂടി, തീരുമാനത്തോടുകൂടി, അവർ ഉറച്ച തീരുമാനത്തോടുകൂടെ തന്നെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ബുദ്ധിയുടെ പ്രമാണം പലതും പറഞ്ഞു കാണും. ഒരുപക്ഷെങ്കിൽ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുക എന്നൊക്കെയുള്ളതായ ആ ചിന്തകൾ ഒന്ന് ബുദ്ധിപരമായി പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ മതിയല്ലോ, ദൈവം ഹൃദയത്തെ അറിയുന്നല്ലോ എന്നൊക്കെ വേണമെങ്കിൽ അവർക്കും ചിന്തിക്കാമായിരുന്നു. എന്നാൽ അവരവിടെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർക്കറിയാം, ഈ 7 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ ചൂളയില് അവരെ കൊണ്ട് ഇടുമ്പോൾ തന്നെ അവര് കത്തിച്ചാമ്പലാകുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ അവര് ഇപ്രകാരം ഈ ബിംബത്തെ നമസ്കരിക്കുവാനായിട്ട് തയ്യാറായില്ല. അവരെ ബന്ധിച്ച് തീച്ചൂളയിലേക്ക് വലിച്ചെറിയുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവിടെ സംഭവിച്ച ചരിത്രം നമുക്കറിയാം. അവരുടെ കെട്ട് എല്ലാം പൊട്ടി, അവരെ ബന്ധിച്ച കെട്ടുകള് എല്ലാം അഴിഞ്ഞ് ആ തീച്ചൂളയിൽ ഇതാ 4ാമത് ദൈവപുത്രന് സദൃശമായ ഒരുവനോടുകൂടെ അവർ നൃത്തം ചെയ്തു നിന്ന് ആരാധിക്കുന്നതാണ്. അഥവാ കർത്താവ് തീച്ചൂളയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവർ ആ തീച്ചൂളയിൽ വീണത് മുഖാന്തരം അവരുടെ ബന്ധനങ്ങൾ മാത്രമാണ് അറ്റുപോകുവാനായിട്ട് ഇടയായി തീർന്നത്. അതേ പ്രിയമുള്ളവരെ, വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പരിശോധനകളുണ്ട്. എന്നാൽ ആ പരിശോധനയുടെ നടുവിലും കൈവിടാത്തവനാണ് നമ്മുടെ കർത്താവ്. അതേ, ശത്രു നിനക്കെതിരെ എത്ര വലിയ ആയുധങ്ങൾ കൊണ്ടുവന്നാലും ആ ആയുധങ്ങൾ നിന്റെ ബന്ധനങ്ങൾ മാത്രം തകരുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്താൽ അവരേത് തീച്ചുളയുടെ നടുവിലും
അവർ നൃത്തം ചെയ്ത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും വിശ്വാസത്തോടുകൂടെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതേ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആരെന്ന് അറിയട്ടെ എന്ന് വെല്ലുവിളിച്ച രാജാവ് പിന്നീട് ഈ വിടുതൽ കണ്ടിട്ട് പറയുകയാണ്, ഈ ദൈവത്തെ പോലെ, ഇവർ സേവിക്കുന്ന ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ആരുള്ളൂ എന്ന് രാജാവിനെ കൊണ്ട് പറയിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് ചില പരിശോധനകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. എന്നാൽ ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. നിന്റെ ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും നീ ആ തീച്ചൂളയിലേക്ക് വീഴുന്നതിന് മുൻപേ ആ തീച്ചൂളയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ആ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് ദൈവാകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് അതിനായി നമ്മെ വീണ്ടും ഒരുക്കട്ടെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. കെരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. സാരെഫാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരെഫാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല.